ഹായ് കൂട്ടുകാരെ, ദീപാവലിയായിട്ട് അല്പം മധുരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏലപ്പാറ വരെ ഒന്ന് പോയായിരുന്നു. കുഞ്ഞിന് ജിലേബി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ജിലേബി തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ കുറച്ച് കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചു. പടക്കമൊക്കെ അവൾക്ക് പേടിയാണ്, അപ്പോൾ കമ്പിത്തിരി മാത്രമേ വാങ്ങിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഏലപ്പാറയിലോട്ട് പോകുന്ന വഴിക്കാണ് ഒരു 2 കിലോ ബീഫ് അച്ചാർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ വന്നത്. അത് നാളെ തന്നെ അയക്കുകയും വേണം. അപ്പോൾ ദീപാവലി ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊന്ന് ഫ്രീ ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞിൻ്റെ കൂടെ ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഓർഡർ വന്നത്. ഇന്നലെ ആണെങ്കിൽ നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം തേങ്ങാ ചമ്മന്തിയും അതുപോലെ മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും ഡേറ്റ്സ് അച്ചാറും ഒക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇന്നലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച് പാക്ക് ചെയ്യാനുള്ളതെല്ലാം റെഡി ആക്കിയിട്ടാണ് കിടന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓർഡർ വന്നപ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. പെട്ടെന്ന് തന്നെ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു, അച്ചാറും വെച്ചു. ഉച്ചക്കത്തേക്ക് വേറെ കറി വയ്ക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് കുറച്ച് ബീഫ് എടുത്ത് കറിയും വെച്ചു. രാവിലെ അപ്പവും കിഴങ്ങറിയും സ്പെഷ്യൽ ഉണ്ടാക്കിയായിരുന്നു. ഉച്ചക്കത്തെ ദീപാവലി സ്പെഷ്യലിൻ്റെ അഭിപ്രായം നക്ഷത്ര കുഞ്ഞ് ഇപ്പോൾ പറയും, കേട്ടോളൂ കേട്ടോ. ഇതിനകത്ത് ബീഫില്ല, ഫുൾ ഉരുളക്കിഴങ്ങാ. ഇത് ബീഫല്ല, ഇത് രാവിലത്തെ കറിയാ. കേട്ടോ, പറ്റിക്കൽസ് ഒന്നും ഇവിടെ നടക്കുകയല്ല.